നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താര ജോഡികളാണ് ദിലീപും കാവ്യ മാധവനും. ഇരുവരും ഒരുമിച്ചെത്തിയ ചിത്രങ്ങളും ബിഗ് സ്ക്രീനിലെ കെമിസ്ട്രിയും ഒക്കെ മലയാളി പ്രേക്ഷകർ ആഘോഷിക്കാറുണ്ട്. ഒരു കാലത്ത് ക്യാമറ കണ്ണുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അകലം പാലിച്ചിരുന്ന താരം ഇപ്പോൾ ആ പതിവ് പാടെ മാറ്റിയിരിക്കുകയാണ്. അഭിനയ രംഗത്ത് ഇപ്പോൾ സജീവമല്ല എങ്കിലും ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായി എത്താറുണ്ട് കാവ്യ. 2016 നവംബർ 25-നായിരുന്നു ദിലീപ് കാവ്യ വിവാഹം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നായികമാരുടെ പട്ടികയെടുത്താൽ അതിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന വ്യക്തിയായിരിക്കും കാവ്യ മാധവൻ. കാവ്യ മാധവനും ദിലീപും വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട് വരികയായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അതിൽ നിന്നെല്ലാം മാറി ഇരുവരും ശരിക്കും ജീവിതം ആസ്വദിക്കുന്നത്. കാവ്യ മാധവനും ദിലീപിനും വിവാദങ്ങൾ ഒഴിഞ്ഞ കാലം ഉണ്ടായിട്ടില്ല. നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹത്തിന് മുൻപേ തന്നെ കാവ്യയും ദിലീപും തമ്മിൽ പ്രണയത്തിലാണ് എന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. വിവാഹത്തോടെ അത് അവസാനിക്കുമെന്ന് കരുതി. എന്നാൽ കാവ്യ മാധവന്റെ ആ ബന്ധം തകർന്നതോടെ വീണ്ടും ഗോസിപ്പുകൾ ശക്തി പ്രാപിച്ചു. കാവ്യയും ദിലീപും പ്രണയത്തിലാണ് എന്ന ഗോസിപ്പ് മാത്രമല്ല, ദിലീപും മഞ്ജു വാര്യരും വേർപിരിയാനുള്ള കാരണക്കാരിയും കാവ്യ മാധവനാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അല്ല എന്ന് കാവ്യയും ദിലീപും തുടക്കത്തിൽ പലതവണ പറഞ്ഞിരുന്നു. അവസാനം ഞാൻ കാരണം ഒരുപാട് പേരുദോഷങ്ങൾ കേൾക്കേണ്ടി വന്ന ആളെ തന്നെ വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാവ്യ മാധവനും ദിലീപും വിവാഹിതരായത്. അപ്പോഴും ഗോസിപ്പുകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഗോസിപ്പുകളെ അവഗണിച്ച് ജീവിക്കാമെന്ന് കരുതിയപ്പോഴേക്കും നടി ആക്രമിച്ച കേസ് വന്നു. പിന്നെ പോലീസായി, കേസായി, വിവാദങ്ങളായി, കുറ്റപ്പെടുത്തലുകളായി, തള്ളിപ്പറയലായി, പുറത്താക്കലായി, കുറ്റവാളിയായി, അങ്ങനെ 8 വർഷത്തോളം ആ കഥ നീണ്ടുനിന്നു. എന്നാൽ ഇപ്പോൾ നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി. വിമർശിക്കുന്നവർ ഒരു പക്ഷത്തുണ്ടെങ്കിലും ദിലീപ് തനിക്ക് ചുറ്റുമുള്ള ജീവിതം ജീവിച്ചു തീർക്കുന്ന തിരക്കിലാണ്. കൂടെ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും. കാവ്യയും ദിലീപും മകളും കാവ്യയുടെ കുടുംബത്തിനൊപ്പം ആലപ്പുഴയിൽ ഹൌസ് ബോട്ടിൽ അവധി ആഘോഷിക്കുന്ന വീഡിയോകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാവ്യയും ദിലീപും മകളും മാത്രമുള്ള പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇരുവരും എത്രത്തോളം ആസ്വദിച്ചാണ് ജീവിക്കുന്നത് എന്ന് ആ വീഡിയോയിൽ വ്യക്തമാണ്. അവർ ഇപ്പോഴാണ് ശരിക്കും ഹണിമൂൺ ആഘോഷിക്കുന്നത് എന്നാണ് കാവ്യയുടെ ഫാൻസ് പേജിൽ വന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. കാവ്യയോടും ദിലീപിനോടുമുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ട് വരുന്ന കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. വിമർശിക്കുന്നവരുടെ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ കാവ്യ മാധവനെയോ ദിലീപിനെയോ അവരുടെ ആരാധകരെയോ ബാധിക്കുന്നില്ല. ദിലീപിന്റെ അടുത്ത സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. കാവ്യയും ദിലീപും ഒന്നിച്ച് ഒരു സ്ക്രീനിൽ എത്തുമ്പോൾ അത് കോമഡി ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും വഴക്കാണെങ്കിലും പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കാവ്യ അഭിനയം നിർത്തിയതോടെ ഇരുവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ആരാധകർക്ക് മിസ്സിംഗ് ആണ്. സിനിമയിൽ ഒന്നിച്ച് ആടിപ്പാടി എത്തുന്നില്ല എങ്കിൽ എന്താണ് ജീവിതത്തിലും അവർ അങ്ങനെ തന്നെയാണ് എന്ന് കാണിക്കുന്നതാണ് പുതിയ വീഡിയോ. ആലപ്പുഴയിൽ കാവ്യ മാധവനും ദിലീപും അടിച്ചുപൊളിക്കുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ് ഇപ്പോൾ ഫാൻസ് പേജുകളിലൂടെ പുറത്തുവരുന്നത്. CID മൂസ എന്ന ചിത്രത്തിലെ കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന ഡയലോഗോടുകൂടെയാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോയിലെ രംഗങ്ങൾ പഴയ പല കാവ്യ ദിലീപ് സിനിമകളും ഓർമ്മപ്പെടുത്തുന്നതാണ്. 5-ാം വയസ്സിൽ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് കാവ്യ മാധവൻ. ബാലതാരമായി തുടങ്ങി ലാൽ ജോസ് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി മുൻനിരയിലേക്ക് വന്നു. പിന്നീട് മലയാളത്തിന്റെ കാവ്യ ഭംഗിയായി വളർന്നു. ആദ്യ വിവാഹത്തിന് ശേഷം കാവ്യ സിനിമയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞാൽ കുടുംബിനിയായി ജീവിക്കാനാണ് തനിക്കിഷ്ടമെന്ന് ആദ്യമേ കാവ്യ പറഞ്ഞിരുന്നു. പക്ഷേ വിവാഹമോചനത്തിന് ശേഷം കാവ്യ ഗദ്ദാമ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. പിന്നീട് സിനിമയിൽ കാവ്യ സജീവമായി. കാവ്യ മാധവൻ വിവാഹമോചിതയായ 4-5 വർഷം കഴിയുമ്പോഴേക്കും ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞിരുന്നു. ഇതോടെ കാവ്യയും ദിലീപും വിവാഹിതരാകുന്നു എന്ന ഗോസിപ്പുകളും സജീവമായി. ആ ഗോസിപ്പുകൾ കത്തി നിൽക്കുമ്പോഴാണ് മകൻ മീനാക്ഷിയുടെ അറിവോടെയും സമ്മതത്തോടെയും കാവ്യ ദിലീപ് ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ പൂർണ്ണമായും അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു. 2017 നടി ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ദിലീപിന്റെ കരിയറിൽ വലിയൊരു കരിനിഴലും വീണു. ഇപ്പോൾ വളരെ സെലക്റ്റീവായിട്ടാണ് ദിലീപും സിനിമകൾ ചെയ്യുന്നത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ തുടക്കം മുതൽ പിന്തുണയ്ക്കുന്ന വ്യക്തിയായിരുന്നു നിർമ്മാതാവ് സജി നന്ദ്യാട്ട്. കേസിൽ ദിലീപിനെതിരെ യാതൊരു തെളിവും ഇല്ല എന്നും കേസിന് പിന്നിൽ ഒരു ലോബി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പറയുകയാണ് ഇപ്പോൾ സജി നന്ദ്യാട്ട്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ദിലീപ് പുണ്യവാളനാണെന്നോ അല്ലെങ്കിൽ ഹരിചന്ദ്രനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യരാണ്. പക്ഷെ ദിലീപ് ഈ കേസിലില്ല. ഇത് ദിലീപിനിട്ട് അങ്ങോട്ട് കൊട്ടേഷൻ കൊടുത്ത കേസാണ്. ഇതിന് പിന്നിലൊരു ലോബിയുണ്ട്. ആ ലോബിക്കുള്ളിൽ നന്നായി പൈസയും മുടക്കുന്നുണ്ട്. ദിലീപിനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് അജണ്ട.
അവർ അതിനകത്ത് വിജയിച്ചിട്ടുണ്ട്. ദിലീപിന്റെ കരിയർ പോയില്ലേ, ദിലീപിനെ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ പ്രശ്നം തീരണമെങ്കിൽ ദിലീപ് കാവ്യമാധവനെ ഡിവോഴ്സ് ചെയ്യണം. പെണ്ണ് ഒരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടുണ്ടോ? ദിലീപിനെതിരെ ഒരു കടുകുമണിയോളം തെളിവ് പോലുമില്ല. കേരളത്തിലെ അക്കാദമിക് സമൂഹം മുഴുവൻ വിധി പഠിച്ചതാണ്. ബദിരനെയും മൂകരെയും വരെ അവർ സാക്ഷികളാക്കി. വിധി മൊത്തം വായിച്ചപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി. റിപ്പോർട്ടർ ചാനലിലെ റോഷിപാലിന്റെ ഒളിക്യാമറ നാടകമൊക്കെ ജനം തിരിച്ചറിഞ്ഞതാണ്. അതോടെ ചാനലും റിപ്പോർട്ടറും ഓടി. അവരുടെ ചാനലിൽ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്നും എഴുതിയില്ലല്ലോ. അപ്പോൾ ഇവരൊന്നും നിഷ്പക്ഷരല്ല. നമ്മുടെ കാലിലെ മന്ത് മൂടിയിട്ട് മറ്റുള്ളവന്റെ കാലിലെ മന്ത് തിരഞ്ഞ് പോകുകയാണ്. ദിലീപ് എന്റെ അമ്മാച്ചന്റെ മോനൊന്നുമല്ല. കോടതിയിൽ ഇരിക്കുന്നവർ പൊട്ടന്മാരാണോ? തെളിവ് കൊണ്ട് കൊടുക്കണമായിരുന്നു. റിപ്പോർട്ടർ ചാനൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ കരകയറ്റിയത് ഞങ്ങളാണ് ദിവസവും ചർച്ചയ്ക്കിരുന്ന ഈ വിഷയത്തിൽ. അന്ന് ഓൺലൈനിൽ മാത്രമേ റിപ്പോർട്ടർ ചാനലുള്ളൂ. റിപ്പോർട്ടർ ചാനൽ ഇതുകൊണ്ട് എത്ര കാലം ജീവിച്ചു? യഥാർത്ഥത്തിൽ അവർ ദിലീപ് ഈ ചാനലിന്റെ ഐശ്വര്യമെന്ന് ബോർഡ് വെക്കണം. റോഷിപാൽ നീതിമാനാണെങ്കിൽ മരം മുറി ചാനലിൽ നിന്നും രാജിവെച്ചു പോകട്ടെ. ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പണിയല്ലേ? കേരളത്തിലെ അഴിമതിയും മറ്റു പ്രശ്നങ്ങളും ഒന്നും പുസ്തകമാക്കിയാൽ ആരും വാങ്ങില്ല. പുസ്തകം ആരെങ്കിലും വാങ്ങണമെങ്കിൽ ദിലീപിന്റെ പേര് വെക്കണം. റോഷിപാൽ മണ്ടനല്ലല്ലോ എന്നാണ് സജി നന്ദ്യാട്ട് പറഞ്ഞത്. ഒരു കാലത്ത് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള നായിക എന്ന നിലയിൽ കാവ്യമാധവൻ ഉണ്ടാക്കിയെടുത്ത ആരാധക വൃന്ദം അത്രയേറെ അധികമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യമാധവൻ പടിപടിയായി കയറുകയായിരുന്നു. കരിയറിൽ സൂപ്പർ നായിക എന്ന ലേബൽ വരെ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് പക്ഷേ സംസ്ഥാന അവാർഡ് നേടിയ നിലയിലേക്ക് കാവ്യ വളർന്നിരുന്നു. അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും കാവ്യയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന കാവ്യ അവിടെ നിന്നാണ് സിനിമയുടെ ചുവടുപടികൾ നടന്നു കയറിയത്. ഇന്ന് കാണുന്ന നിലയിലേക്ക് അവർ വളർന്നതും അതിനെ വഴിമരുന്നിട്ടതും കൗമാര കലോത്സവം തന്നെയായിരുന്നു. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.